ഗോകുലം FC പോരാട്ടത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഹൃദയംഗമമായി പയ്യനാട് സ്റ്റേഡിയം മഞ്ചേരിയിലേക്ക് ടീമുകൾ KSCB, മുത്തൂറ്റ്, വയനാട് യുണൈറ്റഡ്, കേരള പോലീസ് അവരെ താഴേക്ക് ഇറക്കുക, അവരുടെ മുകളിലേക്ക് എങ്ങനെയെങ്കിലും കടന്നു കയറുക എന്നുള്ള ലക്ഷ്യവുമായി കിക്ക് ഓഫ്. എന്തായാലും ഗോൾഡൻ ത്രെഡ്സിന്റെ ടച്ചോടുകൂടി മത്സരം ആരംഭിക്കുന്നു. കമന്ററി ബോക്സിൽ ഞാൻ ശ്രീനാഥ് മധുകുമാരി മത്സരത്തിന്റെ തത്സമയ കളി വിവരണവുമായി നിങ്ങൾക്കൊപ്പം ഞാനുണ്ട്. പോലെയുള്ള പ്രസ്റ്റീജിയസ് ആയി ഒരുപാട് നല്ല ടൂർണമെന്റുകൾ അവർ കളിക്കുന്നു. നേരെ ഗോൾഡൻ ത്രെഡ്സിന്റെ നല്ലൊരു മുന്നേറ്റം. ഫോർവേഡ് ലൈനിലേക്ക് വളരെ ഡീസന്റ് ആയി തന്നെ മുന്നിലേക്ക് കയറി റൈസുദ്ദീൻ. ഇത്തവണ ആ ഒരു മുന്നേറ്റത്തിന് യാതൊരു ഉത്തരവും ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. വിഷ്ണു ലെഫ്റ്റ് ഫ്ലാങ്കിലേക്ക് ബോൾ വെച്ച് നീട്ടാനുള്ള ശ്രമത്തിനിടയിൽ പക്ഷേ കൃത്യമായ ഇന്റർസെപ്ഷൻ ഗോകുലത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. വീണ്ടും ഗോൾഡൻ ത്രെഡ്സ് ഒരു ലോങ് റേഞ്ച് അറ്റംപ്റ്റ്. ഗോൾഡൻ ത്രെഡ്സ് FC 23rd മിനിറ്റിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു മധുര മനോഹര ഗോളിൽ ഗോൾഡൻ ത്രെഡ്സ് മുന്നിലേക്ക് എത്തുന്നു. 1-0 എന്ന സ്കോർ നിലയിൽ. ഓൾറെഡി അദ്ദേഹം ഒരു കാർഡിലാണ്, ഒരു യെല്ലോ കാർഡിലാണ് അൽകേഷ്. സോ അത്രത്തോളം കോൺഫിഡന്റ് ആയി മുന്നിലേക്ക് കയറുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസും അതിനോടനുബന്ധിച്ച് ഉള്ളത് തന്നെ ആയിരിക്കണം. നല്ല ഒന്നാം തരം ഒരു അവസരം. വീണ്ടും 30ാം മിനിറ്റിനോട് അടുക്കുന്ന സമയത്ത് ഗോകുലം കേരള FCക്ക് വീണ്ടും നല്ല ഒരു ഹെഡ് കോച്ചാണ്. ഇപ്പൊ എന്തായാലും കേരള പ്രീമിയർ ലീഗ് സ്ക്വാഡിൽ അദ്ദേഹം കറന്റ്ലി ഉള്ളത് ഒരു അസിസ്റ്റന്റ് കോച്ച് പദവിയിലാണ്. വീണ്ടും നല്ലൊരു ബ്രേക്ക് ത്രൂവുമായി ഗോൾഡൻ ത്രെഡ്സ് FC പെനാൽറ്റി ഏരിയയിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം. ദാറ്റ്സ് ഓഫ് കോഴ്സ് എ ഫൗൾ ആൻഡ് ഒരു ഫ്രീ കിക്ക് ഓപ്പർച്യൂണിറ്റി ആണ് ഇവിടെ കിട്ടുന്നത്. എന്തായാലും പോകുന്ന താരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സുഖമുള്ള മൊമെന്റ് തന്നെയാണ്. ഫ്രീ കിക്കിനായി തയ്യാറെടുക്കുന്നു അജയ് അലക്സ്. മത്സരത്തിന്റെ തുടക്ക നിമിഷത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അജയ്യുടെ ഫ്രീ കിക്ക് മികവ് എന്താണ് എന്നുള്ളത്. 33ാം മിനിറ്റിൽ ലീഡ് ഇരട്ടിയാക്കുന്നു. അജയ് അലക്സ് ആ ലീഡ് 2 കൂട്ടുന്നു. ഹാഫ് ടൈം വാശിയേറിയ നിലയിൽ തന്നെ ഒന്നാം പകുതി അവസാനിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾഡൻ ത്രെഡ്സ് ചെറുതായ ഡിഫൻസീവ് റീജിയണിൽ ഒന്ന് കരുതിയിരിക്കേണ്ടത് അതീവ നിർണായകമാണ്, അത്യാവശ്യമാണ്. സ്ക്വയർ പാസ്, ഗോൾഡൻ ത്രെഡ്സ് ഇൻസൈഡിലേക്ക് നല്ലൊരു ഡെലിവറി ആൻഡ് വീണ്ടും സെലിബ്രേഷൻ. അവിടെ വലിയ കാര്യമായ പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്നില്ല, പക്ഷെ അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യും. ഒരു ഈസി ഫിനിഷ് വഴി അജ്മൽ സ്കോർ ഷീറ്റിലേക്ക് ഇടം പിടിക്കുന്നു. ഗോകുലം കേരള FCയെ 3 ഗോളിന്റെ കടത്തിലേക്ക് മുക്കുകയാണ്. എന്തായാലും 50ാമത് മിനിറ്റിൽ വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. GT ഗോകുലം നല്ലൊരു ഓപ്പർച്യൂണിറ്റി. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അവിടെ ആദ്യത്തെ അറ്റംപ്റ്റിൽ നഷ്ടമാക്കിയെങ്കിലും സെക്കൻഡ് അറ്റംപ്റ്റിൽ ആ പന്ത് വലയ്ക്കകത്തേക്ക് വഴിതിരിച്ചു വിട്ടുകൊണ്ട് ഗോകുലം കേരള FCയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് താരം ജംഷീദ് അലി കളിക്കളത്തിലേക്ക് കടന്നു വരുന്നു. അവിടെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇൻഫാക്ട് അവിടെ വീണ് കിട്ടിയത്. ആൻഡ് യാഷിമിന്റെ ആദ്യത്തെ കിക്ക് പക്ഷേ പെനാൽറ്റി ഏരിയക്കുള്ളിൽ. ലുക്ക് അറ്റ് ദാറ്റ്. ഇതിൽ കൂടുതലായി എന്ത് വേണമെന്ന് നോക്കുക. 18 യാർഡ് ഏരിയയെ കംപ്ലീറ്റ് സൈലന്റ് മോഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് എന്തായാലും ഈ ഒരു അവസരത്തിൽ ഗോൾഡൻ ത്രെഡ്സ്. ഗുഡ്നസ്, വാട്ട് ആൻ അറ്റംപ്റ്റ്, വാട്ട് എ ഗോൾ. അജ്മൽ മത്സരത്തിന്റെ 55ാമത് മിനിറ്റിൽ ഫ്രീ കിക്ക് എടുക്കാൻ തയ്യാറെടുക്കുന്നത് വീണ്ടും ഗോകുലം കേരള FCയുടെ താരം തന്നെയാണ്. ഫ്രീ കിക്ക് വരുന്നു. ദാറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. അതൊരു ഗോളാണ് എന്ന് തന്നെയാണ് പറയുന്നത്. തീർച്ചയായും 47ാം നമ്പർ ജേഴ്സി താരമായ മുഹമ്മദ് മെഹ്ദി ഈ താരത്തെ കളിക്കളത്തിലേക്ക് എത്തിച്ച സമയത്ത് ഓൾറെഡി ഞാൻ സൂചിപ്പിച്ചിരുന്നു എത്രത്തോളം ഡെഡ്ലി ആയ ഒരു സ്ട്രൈക്കർ ആണ് ഇദ്ദേഹം എന്നുള്ളത്. റൈറ്റ് സൈഡിലേക്ക് ഓവർ ഹെഡ് ബോൾ കൃത്യമായി ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ മറുപുറത്തേക്ക് കൗണ്ടറിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു 3 vs 3 എത്തുന്നു ആൻഡ് ഓഫ് സൈഡ് പൊസിഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് നല്ലൊരു അറ്റംപ്റ്റ് ആണ്. ആൻഡ് ദാറ്റ്സ് പോസിബിളി ഗോണ ബി എ പെനാൽറ്റി കിക്ക്. ഒരു പെനാൽറ്റി കിക്കിലേക്ക് വീണ്ടും മത്സരത്തിന്റെ 75ാം മിനിറ്റിൽ നമ്മൾ എത്തിച്ചേരുന്നു. അഭിജിത്ത് once again. അഭിജിത്തിന്റെ കയ്യിൽ നിന്ന് മിസ്സാണ്. അഭിജിത്തിനെ ഡിസ്പോസസ് ചെയ്ത് പന്തുമായി മുന്നിലേക്ക് പോകാനുള്ള ശ്രമത്തിനിടയിൽ പക്ഷേ ഒരു ഫൗൾ അഭിജിത്ത് കമ്മിറ്റ് ചെയ്യുന്നു, കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഫ്രസ്ട്രേഷൻ. സോ അതുകൊണ്ട് തന്നെ ഒരു യെല്ലോ കാർഡ് ശിക്ഷ അധികമായി കൊടുക്കുന്നു അഭിജിത്തിന്. ആ ഒരു പുള്ളി ചെയ്ത് ആ താരത്തെ നിലത്തിട്ടതിന് കളിച്ച്
നല്ലൊരു വിക്ടറി ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു. ആൻഡ് അതിൽ പൂർണ്ണമായും സക്സീഡ് ചെയ്യുന്നു. ആ സ്വർണ്ണ നൂലുകൾ ഒന്നിച്ചു കൂട്ടിക്കെട്ടി ഒരു കയറാക്കി ഒരു വിക്ടറി ആക്കി അതിനെ മാറ്റുന്നു. 2-നെതിരെ 5 ഗോളുകൾക്ക് മത്സരത്തിന്റെ അവസാന മൊമെന്റുകളിൽ ഏറ്റവും മികച്ച രീതിയിൽ വീണ്ടും ഒരു റെഡ് കാർഡ് പുറത്തെടുക്കുകയാണ്. അവിടെ നേരത്തെ ആ ഒരു വളരെ ക്ലംസി ആയ ഒരു ഫൗളിന്റെ പേരിൽ കാർഡ് ശിക്ഷ കിട്ടുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും അകത്തേക്ക് കൊടുത്ത ഒരു പന്തിനെ ചലഞ്ച് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ ദാറ്റ്സ് ഡെഫിനറ്റ്ലി എ ഫൗൾ. അവിടെ റഫറി ആൻഡ് ഫൈനൽ വിസിൽ. മൗത്ത് വാട്ടറിംഗ് കോntest. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ഗോളിന് ഗോൾ ചെയ്യുന്നു. ആൻഡ് ഫുൾ ടൈം ഹിയർ അറ്റ് പയ്യനാട് സ്റ്റേഡിയം മഞ്ചേരി. ഇറ്റ്സ് ഗോൾഡൻ ത്രെഡ്സ് FC 5 ആൻഡ് ഗോകുലം കേരള FC 2.